മോഹൻലാലിനെ കാണാനാണ് നിങ്ങൾക്ക് താല്പര്യം. അദ്ദേഹം പ്രസംഗിക്കും, അദ്ദേഹം എല്ലാം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് നിശബ്ദരായി നമ്മുടെ പരിപാടി വിജയിപ്പിക്കാൻ സഹകരിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ ഒരു നേർക്കാഴ്ചയായി വെറും ചെങ്കന്നൂരെ ഒരു മേളയായി ഗ്രാമീണ സംരംഭകരെ സംഘടിപ്പിച്ചുകൊണ്ട് സരസ്മേള നടത്തുന്നതിലൂടെ പ്രശസ്തനായ ശ്രീ സുഭാഷ് മാളിയുടെ ഒരു മേഖലയുമില്ല എന്നതാണ് വസ്തുത. കേരളീയ സ്ത്രീ ജീവിതത്തെ കുടുംബശ്രീക്ക് മുമ്പും കുടുംബശ്രീക്ക് ശേഷവുമെന്ന് നിസ്സംശയം നമുക്ക് അദ്ദേഹത്തെ പിന്നെ കാണണമെങ്കിൽ ചെങ്ങന്നൂർ വന്ന് നോക്കിയേ മതിയാവുള്ളൂ. ഇത്തിരി സമയം കിട്ടിയാൽ നേരെ ചെങ്ങന്നൂരേക്ക് വെച്ചുപിടിക്കും. നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ ലക്ഷ്മി ഇങ്ങോട്ട് സാറേ ഇങ്ങോട്ട് സാറേ മുഖം ഏറ്റവും മനോഹരമായിട്ട് ഈ വേദിയിലേക്ക് എന്നെ പൂച്ചെണ്ട് നൽകി സ്വാഗതം ചെയ്ത പൊന്നമ്മ ചേച്ചി, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ ഒരു വലിയ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വെൽക്കം ചെയ്തതിനെ കാണുന്നത്. ചെങ്ങന്നൂർ നഗരം എനിക്ക് വളരെയധികം പരിചയമുള്ളൊരു നഗരമാണ്. എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ അമ്മൂമ്മയൊക്കെ താമസിച്ചത് ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെ അടുത്താണ് ഒരുപാട് കാലം. ഞാൻ ഒരുപാട് തവണ ചെങ്ങന്നൂർ നഗരത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ സ്കൂള് കോളേജ് സമയത്ത് ഞാൻ ഇവിടുത്തെ സിനിമാ തിയേറ്ററിൽ സിനിമ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ സാധാരണ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളുമുള്ള സ്ഥലമാണ്. പക്ഷേ നമ്മുടെ പ്രൊഫഷനുമായിട്ട് അഭിനയവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതിനിടയിൽ വീണ്ടും ഈ നഗരത്തിലെത്താൻ എനിക്ക് സാധിച്ചില്ല. അതിന് അവസരം ഉണ്ടാക്കി തന്ന ശ്രീ സജി ചെറിയാൻ സാറിന് ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ ഇവിടെ വരാൻ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിനുള്ള ഒരു സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ കുടുംബശ്രീ ദേശീയ സരസ്മേളയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്. മാവേലിക്കര വഴുപാടി സ്വദേശി 10ാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ബിജു വരച്ച ലാലേട്ടന്റെ അമ്മയുടെ ചിത്രം ലാലേട്ടന് സമർപ്പിക്കുന്നു.